2025 ബീഹാർ അസംബ്ലി ഇലക്ഷനിൽ 65 ലക്ഷത്തോളം വോട്ടേഴ്സാണ് എക്സ്ക്ലൂഡഡ് ആയി പോയത്. ഇത് വളരെ വലിയ കോൺട്രവേഴ്സിയാണ് ഉണ്ടാക്കിയത്. കാരണം ഇലക്ഷന് മുന്നോടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അവിടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നൊരു പ്രൊസീജിയർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ നമ്പർ ഓഫ് എക്സ്ക്ലൂഷൻസ് അവിടെ നടന്നിരിക്കുന്നത് എന്നാണ് ഓപ്പോസിഷനൊക്കെ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫേസ് 2 ഇപ്പോൾ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളം 2026 അസംബ്ലി ഇലക്ഷനെ ഫേസ് ചെയ്യാൻ കൂടി പോവുകയാണ്. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആയി പോകാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ഇതിന് ഫോളോ ചെയ്യേണ്ടത്, എന്താണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനും അതുപോലെ തന്നെ എന്താണ് ഈ പ്രൊസീജിയർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുമാണ് റൈസപ്പ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് പ്രൊസീജിയറാണ് ഇന്ത്യൻ എലക്ഷൻ എന്ന് പറയുന്നത്. കാരണം 1 ബില്യണോളം രജിസ്റ്റേർഡ് വോട്ടേഴ്സാണ് ഇന്ത്യൻ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് ഇൻക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കാരണം എലിജിബിൾ ആയിട്ടുള്ള ഒറ്റ വോട്ടർ പോലും ഈ പറയുന്ന ഇലക്ഷൻ പ്രൊസീജിയറിൽ നിന്നും ഔട്ടായി പോകരുത് അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് ആയി പോകരുത് എന്ന് എൻഷുർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ഇക്കാലഘട്ടങ്ങളിലൊക്കെയും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒറ്റ വോട്ടർ മാത്രമുള്ള ട്രൈബൽ ഏരിയാസിൽ വരെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താറുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്വാളിറ്റിയുള്ള ഇലക്ട്രൽ റോൾസ് ഉണ്ടാവണം, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ഷൻ ആക്യുറേറ്റ് ആവണം, എഫിഷ്യൻ്റ് ആവണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ട്രൽ റോളിൻ്റെ റിവിഷനും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്കൊക്കെ അറിയാം, 18 വയസ്സായതിന് ശേഷം നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ്, നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് പേര് ആഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്ത് നമ്മുടെ എലിജിബിലിറ്റി പ്രൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വോട്ട് ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുമ്പോൾ ഈ സാധാരണ ഇലക്ഷന് മുന്നേ നടക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ആഡ് ചെയ്യുന്ന പ്രൊസീജിയർ പോലെയല്ല, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. കാരണം മുന്നേ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്ക് പോയിട്ടാണ് പേര് ആഡ് ചെയ്തിരുന്നതെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയറിൽ ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ അടുത്തേക്കാണ് വരുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസേഴ്സ് നമ്മുടെ വീടുകളിലേക്ക് വന്ന് നമ്മുടെ എലിജിബിലിറ്റി വെരിഫൈ ചെയ്യുന്നു, നമ്മുടെ പേര് ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് ഡിലീറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസിൽ നടക്കുന്നത്. ഇതിൻ്റെ ഫേസ് 1 ബീഹാറിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതുപോലെ തന്നെ ഫേസ് 2 ഇപ്പോൾ 12 സ്റ്റേറ്റ് ആൻഡ് യൂട്ടീസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കേരളം. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രൊസീജിയർ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും കൂടി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി പോവാം. അപ്പം SIR ഞാൻ പറഞ്ഞു, നമ്മുടെ ഇലക്ട്രൽ റോൾസിൻ്റെ ക്വാളിറ്റി, ആക്യുറസി, എഫിഷ്യൻസി ഒക്കെ എൻഷുർ ചെയ്യുക, പ്രോപ്പറായിട്ട് ഒരു വലിയ കറക്ഷൻ ഈ പറയുന്ന ഇലക്ട്രൽ റോൾസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസേഴ്സ് വന്നിട്ട് എന്യൂമറേഷൻ ഫോംസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം എങ്ങനെയാണ് നമ്മുടെ പേരിലുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് തന്നെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 326 നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവാനുള്ള ക്രൈറ്റീരിയാസിനെ കുറിച്ച് പറയുന്നത്. അതനുസരിച്ച് നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അതുപോലെ തന്നെ നമുക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണ്, അതുപോലെ നമ്മൾ പാർലമെന്റിന്റെ ലോസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷനിലൊന്നും നമ്മൾ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഇലക്ടറൽ പ്രൊസീജിയറിൽ പങ്കെടുക്കാം. അതിനുള്ള എലിജിബിലിറ്റി നമുക്കുണ്ട്, നമുക്ക് നമ്മളെ ഇലക്ടറൽ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചേ പറ്റൂ. അപ്പം ഈ എലിജിബിലിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിലൂടെ പ്രൂവ് ചെയ്യേണ്ടത്, സോ ദാറ്റ് വി ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രൊസീജിയർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ എൻഷുർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇലക്ട്രൽ റോൾസ് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഇലക്ഷൻ്റെ ട്രാൻസ്പെറൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് എല്ലാ ഇലക്ഷന് മുന്നേയും ചെയ്യണം എന്നാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഒക്കെ പോലെയുള്ള ആക്ടുകൾ അനുസരിച്ച് പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഇപ്പോൾ കുറേ അലിഗേഷൻസ് ഉണ്ട്. കാരണം ഈ പറയുന്ന ഡെഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഒക്കെ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ പല സ്ഥലത്തും കള്ളവോട്ടും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വോട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോൾ വോട്ട് ചോരിയൊക്കെ പോലെയുള്ള ഇൻസിഡൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിലൊക്കെയുള്ള അലിഗേഷൻസ് ഈ പറയുന്ന ഇലക്ട്രൽ റോൾസിൻ്റെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇങ്ങനെയുള്ള പല അലിഗേഷൻസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, 2000-ന് ശേഷം ഇന്ത്യൻ സൊസൈറ്റി വളരെ വലിയ രീതിയിലുള്ള അർബനൈസേഷനാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുകൊണ്ട്
നമ്മുടെ ഡെമോഗ്രഫിയിൽ വളരെ വലിയ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഡ്യൂ ടു മൈഗ്രേഷൻ, അതുപോലെ തന്നെ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫിയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഈ ഡെമോഗ്രഫിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒബ്വിയസ്ലി നമ്മുടെ ഇലക്ട്രൽ റോൾസിലും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രൽ റോൾസിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. മൈഗ്രേഷൻ അനുസരിച്ച് ആരെങ്കിലും എക്സ്ക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യണം, ആരെങ്കിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ അവരെ എക്സ്ക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡെഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സിനെയൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ വോട്ടേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന SIR വളരെ നീഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ ഈ SIR പ്രൊസീജിയർ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ വീടുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ഇലക്ട്രൽ റോൾസിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു 4 കീ ഫങ്ഷണറീസ് ഉണ്ട് കേട്ടോ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ പ്രൊസീജിയറിൽ. ആദ്യമായിട്ട് തന്നെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ഉണ്ട്. ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ BLO. ഈ ബൂത്ത് ലെവൽ ഓഫീസറാണ് നമ്മുടെ ഈ ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ബേസിക് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഓരോ പോളിംഗ് സ്റ്റേഷൻ്റെ ഭാഗമാണ്. നമ്മൾ പോയി വോട്ട് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷൻ, ഒരു പോളിംഗ് സ്റ്റേഷനിൽ അറൗണ്ട് 1000 മുതൽ 1200 ആളുകൾ വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഓരോ ആളുകളുടെയും എലിജിബിലിറ്റി എൻഷുർ ചെയ്യുന്നത് ഈ പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസറാണ്. ബൂത്ത് ലെവൽ ഓഫീസർ ഓൾറെഡി ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഓഫീസർ ആയിരിക്കും. ഈ ബൂത്ത് ലെവൽ ഓഫീസർ ഈ വീടുകളിൽ, അതായത് ഈ 1200 ആളുകളുടെയും വീടുകളിൽ കയറി ഇറങ്ങി ഈ പറയുന്ന എന്യൂമറേഷൻ ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യും. ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങൾ BLO ആണ് ചെയ്യുന്നത്. ഈ BLO റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന് പറയുന്ന EROയുടെ അടുത്താണ്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ എന്നുള്ള നിലയ്ക്കാണ് ഉള്ളത്. ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ SDMന്റെ റാങ്കിലുള്ള ഒരു ഓഫീസർ ആയിരിക്കും. നമ്മുടെ ഈ എലിജിബിലിറ്റീസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റ് റോളും അതുപോലെ തന്നെ ഫൈനൽ ഇലക്ട്രൽ റോളും പബ്ലിഷ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ അല്ലെങ്കിൽ EROയുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫൈനൽ റോൾ പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഈ EROയുടെ കൺട്രോളിലാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾ ഫൈനൽ റോൾ പ്രിപ്പയർ ചെയ്തു, ഫൈനൽ റോളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ട്, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് തെറ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ EROയുടെ ഈ ഡിസിഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ വേണ്ടി പറ്റും. 2 പ്രാവശ്യം നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ അപ്പീൽ നിങ്ങൾ കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്താണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അപ്പീൽ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ അടുത്താണ്, സ്റ്റേറ്റ് ഓർ UTയുടെ അടുത്താണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 ഓഫീസേഴ്സാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രൊസീജിയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ പ്രൊസീജിയർ എൻഡ് ചെയ്യുന്നത് വരെ ഈ പറയുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആരൊക്കെയാണെന്നുള്ളത് ആവശ്യം വരും. കാരണം അതിൽ നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ BLO ഹൗസ് ഹോൾഡുകൾ വിസിറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന് മുന്നോടിയായിട്ട് ഒരു 28 ഒക്ടോബർ മുതൽ 3 നവംബർ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന BLOയ്ക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇതിലൊരു പ്രീ എന്യൂമറേഷൻ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് BLO അതിൽ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് BLOയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 28 ഒക്ടോബർ മുതൽ 3 നവംബർ വരെയാണ്. അത് ഓൾറെഡി കഴിഞ്ഞു. അതിന് ശേഷമാണ് ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഈ ഫേസിൽ ഒരു 4 നവംബർ തൊട്ട് 4 ഡിസംബർ 2025 വരെ ഈ പറയുന്ന BLO നമ്മുടെ വീടുകളിലേക്കൊക്കെ വന്നിട്ട് എന്യൂമറേഷൻ ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊസീജിയർ. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഒരുപക്ഷെ BLO വന്നിട്ട് ഈ പറയുന്ന എന്യൂമറേഷൻ ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ എന്യൂമറേഷൻ ഫോംസ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ BLO ഈ പറയുന്ന എന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന BLO എന്യൂമറേഷൻ ഫോംസ് കൊണ്ട് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അതുപോലെ തന്നെ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറിൻ്റെ കോൺടാക്റ്റും അതുപോലെ തന്നെ അയാളുടെ നെയിമും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അയാളെ കോൺടാക്ട് ചെയ്തിട്ട് എന്യൂമറേഷൻ ഫോംസ് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് EasyNet എന്ന് പറയുന്ന ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്ത് എന്ത് ചെയ്യാം, അത് അവിടെ തിരിച്ച് സബ്മിറ്റ് ചെയ്യാം. അപ്പം ഈ പ്രൊസീജിയർ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് BLO വഴി ചെയ്യാം, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്യൂമറേഷൻ ഫോം നിങ്ങൾ
ഡൗൺലോഡ് ചെയ്തു. എന്യൂമറേഷൻ ഫോം ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്യൂമറേഷൻ ഫോമിൽ ഓൾറെഡി പ്രീപ്രിൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇലക്ട്രൽ ഐ ഡി, നിങ്ങൾ മുന്നേ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഇലക്ട്രൽ ഐ ഡി ഒക്കെ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പ്രീപ്രിൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പഴയ ഫോട്ടോ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം, പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡീറ്റെയിൽസ് തന്നെയാണ്. ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഗാർഡിയൻ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിലൊന്നും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഫില്ല് ചെയ്യുന്ന ഭാഗത്താണ്. സെക്കൻഡ് പാർട്ടിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലാസ്റ്റ്, അതായത് പ്രീവിയസ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എപ്പോഴാണോ നടന്നത് ആ റിവിഷനിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ പേരോ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടന്നത് 2002 അപ്പോൾ 2002 ഇലക്ട്രൽ റോള് നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും അതുപോലെ തന്നെ നിങ്ങളുടെ ബൂത്ത് ലെവൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണെന്നുള്ളത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് വോട്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രൽ റോൾ അല്ലെങ്കിൽ 2002 ഇലക്ട്രൽ റോള് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് അതിലുണ്ടെന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ആ ഇലക്ട്രൽ റോളിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേര് 2002 ഇലക്ട്രൽ റോളിൽ ഇല്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, അതായത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ ആൻറ്റിയോ അങ്കിളോ അങ്ങനെ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഡീറ്റെയിൽസ് ആ ഇലക്ട്രൽ റോളിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്യൂമറേഷൻ ഫോമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവൻ ഇഫ് നിങ്ങൾക്കിപ്പം അവിടെ പ്രസന്റ് ആവാൻ പറ്റിയില്ല, നിങ്ങൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അഡൾട്ട് മെമ്പർ നിങ്ങളുടെ ഓൺ ബിഹാഫ് ഓഫ് യു അവർ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സ് ആരും തന്നെ ഈ പറയുന്ന എന്യൂമറേഷൻ ഫോമിൽ SIR ലാസ്റ്റ്, അതായത് പ്രീവിയസ് SIRൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നത്തെ ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുക. പക്ഷെ അവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന ലാസ്റ്റ് SIR ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ഇവിടെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ ഡ്രാഫ്റ്റ് റോളിലും ഫൈനൽ റോളിലും ഇൻക്ലൂഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എന്യൂമറേഷൻ ഫോം നിങ്ങളുടെ BLOയ്ക്ക് തന്നെ തിരിച്ച് സബ്മിറ്റ് ചെയ്യുക. തിരിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഡിസംബർ 9, 2025 എന്ത് ചെയ്യും, ഈ പറയുന്ന നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്ത എന്യൂമറേഷൻ ഫോമിൻ്റെ ബേസിസിൽ ഒരു ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോള് പബ്ലിഷ് ചെയ്യും. ഈ ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോള് പബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു, പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രീവിയസ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ 2002 ഇലക്ട്രൽ റോളിൽ നിങ്ങളുടെ പേരോ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ പേരോ കാണാൻ പറ്റിയില്ല, നിങ്ങൾക്ക് നിങ്ങളെ ഈ പറയുന്ന SIRുമായിട്ട് പ്രീവിയസ് SIRുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അവിടെ റെഡിയാക്കി വെക്കണം. കാരണം നിങ്ങൾക്ക് അങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് ഈ പറയുന്ന ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോളിൽ കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കാണാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന EROയ്ക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേരിലോ അഡ്രസ്സിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ പറയുന്ന ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യുക. ഈ ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നോട്ടീസ് പീരീഡിൻ്റെ സമയത്ത്, അതായത് 9 ഡിസംബർ 2025 മുതൽ 31 ജനുവരി 2026 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങളെ ഹിയറിങ്ങിന് വേണ്ടി വിളിക്കും. ഇങ്ങനെ ഹിയറിങ്ങിന് വേണ്ടി ERO വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കരുതി വെക്കണം. ആ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ വഴിയെ പറയും. ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കരുതി വെക്കുക. ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ട് നിങ്ങൾ EROയെ പോയി കാണുക. അതിൻ്റെ വെരിഫിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫൈനൽ ഇലക്ട്രൽ റോളിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആവും. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങളുടെ പേര് ഈ പറയുന്ന ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റോളിൽ വന്നു, പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പ്രീവിയസ് പ്രീവിയസ് അതായത് 2002 ഇലക്ട്രൽ റോളുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയില്ല, ഈ ഭാഗം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യും, ഈ പറയുന്ന ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നിങ്ങൾക്ക് നോട്ടീസ് അയക്കും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻസുമായിട്ട് ഈ പറയുന്ന നോട്ടീസ് പീരീഡ് കാലഘട്ടത്തിൽ നിങ്ങൾ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ ഹിയറിങ്ങിന് പോകണം. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. എന്നാലേ ഈ പറയുന്ന ഫൈനൽ ഇലക്ട്രൽ റോളിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആവുള്ളൂ.
ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്യൂമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ വേറൊന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ചെയ്യാൻ, അതായത് നിങ്ങളെ പ്രീവിയസ് ഇലക്ട്രൽ റോളുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഡോക്യുമെന്റ്സ് കരുതി വെക്കുക, ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കുക. സോ ദാറ്റ് യു ക്യാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ ഈ ഡോക്യുമെന്റ്സുമായിട്ട് നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് SIR നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ കേരളത്തിൽ 2002 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലൊക്കെയാണ് നടന്നത്. അപ്പം ആ സമയത്ത് ഇലക്ട്രൽ റോള് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഡോക്യുമെന്റ്സ് റിക്വയർഡ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇലക്ടർ ആവാൻ വേണ്ടി നമുക്ക് വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണോ അതിനെ ബേസ് ചെയ്താണ് നമുക്ക് ഡോക്യുമെന്റ് വേണ്ടത്. നമ്മൾ ഓർഡിനറി സിറ്റിസൺ ആണ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫ് വേണം. അതുപോലെ തന്നെ നമുക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്ന് അറിയാൻ ഏജ് പ്രൂഫ് വേണം. അതുപോലെ തന്നെ നമ്മൾ സിറ്റിസൺ ആണെന്നറിയാൻ ഐഡന്റിറ്റി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് പ്രൂഫ് വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇവിടെ ഒരു 10-12 ഡോക്യുമെന്റ്സ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഡോക്യുമെന്റ്സും കൊണ്ട് വേണം നിങ്ങൾ ആരെ കാണാൻ, ഇലക്ഷൻ കമ്മീഷനെ കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആധാർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി പ്രൂഫ് മാത്രമാണ്, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പ്രൂഫ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആധാർ ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങളുടെ പാസ്പോർട്ടോ SSLC സർട്ടിഫിക്കറ്റോ ഒക്കെ പോലെയുള്ള എന്തെങ്കിലും ഡോക്യുമെന്റും കൂടി റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ആധാർ സ്റ്റാൻഡ് അലോൺ ആയിട്ട് വാലിഡ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ആധാറിൻ്റെ ഒപ്പം ഇതിൽ നിന്നുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ സിറ്റിസൺഷിപ്പിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ചാണ് ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1955 സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചാണ് ഈ എലിജിബിലിറ്റി ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ 1987 ജൂലൈ 1 ശേഷം ജനിച്ച ഒരാളാണെങ്കിൽ, ജൂലൈ 1 മുൻപ് ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആവാം, SSLC ബുക്ക് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം. അപ്പം 1987 ജൂലൈ 1 മുൻപാണെങ്കിൽ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. സപ്പോസ് നിങ്ങൾ 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ച ആളാണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന ഡേറ്റിന് ഇടയിൽ ജനിച്ച ആളാണെങ്കിൽ നമ്മുടെ സിറ്റിസൺഷിപ്പിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാരന്റിനെ, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റും കൂടി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അവിടെ 2 ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾ ഡിസംബർ 2 2004 ശേഷം ജനിച്ചൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ 2 പാരൻസിൻ്റെയും, അതായത് നിങ്ങളുടെ അച്ഛൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റും കൂടി സബ്മിറ്റ് ചെയ്യണം. ഇവരുടെ 2 പേരുടെയും ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് മാറും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഇൻഡിക്കേറ്റീവ് ഡോക്യുമെന്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഇത് ഈ ഡോക്യുമെന്റ്സ് മാത്രമായിരിക്കില്ല ഫൈനൽ ഡോക്യുമെന്റ്. ഇപ്പം നിങ്ങൾ SDMന്റെ അടുത്ത് പോകുമ്പോൾ, വെരിഫിക്കേഷന് പോകുമ്പോൾ SDM നിങ്ങളോട് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും ഡോക്യുമെന്റ് വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ മുൻപ് തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ മുന്നേ കണ്ടതുപോലെ 9 ഡിസംബർ 2025 മുതൽ 31 ജനുവരി വരെയാണ് ഈ പറയുന്ന നോട്ടീസ് പീരീഡ്, അതായത് വെരിഫിക്കേഷൻ ആൻഡ് ഹിയറിംഗ് പ്രൊസീജിയർ നടക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റുമായിട്ട് നിങ്ങൾ SDMനെ കാണുക. SDM അത് വെരിഫൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഫൈനൽ ഡ്രാഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഫൈനൽ ഡ്രാഫ്റ്റ് 7 ഫെബ്രുവരി 2026 വരുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ ഡ്രാഫ്റ്റ് ചെക്ക് ചെയ്യുക. ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് ഈ SDMന്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ ഡിസിഷനാണ് ഫൈനൽ ഡ്രാഫ്റ്റിൽ വരുന്നത്. അപ്പം ഈ ഡിസിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പീൽ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങളുടെ പേര് ഇൻക്ലൂഡഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ പേരിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 15 ദിവസത്തിനുള്ളിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപ്പീൽ കൊടുക്കണം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഈ പറയുന്ന 7 ഫെബ്രുവരി കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യണം, അപ്പീൽ കൊടുക്കണം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപ്പീൽ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവുമോ എന്നുള്ളത് നോക്കണം.
ആ അപ്പീൽ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ദ സ്റ്റേറ്റിന് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ശേഷം ആ അപ്പീൽ വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവും, നിങ്ങളുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രൊസീജിയർ കഴിയും. സപ്പോസ് അതിൽ ഇൻക്ലൂഡഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രൊസീജിയറിൽ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ എന്യൂമറേഷൻ ഫോംസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതിൻ്റെ ശേഷം ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക. നിങ്ങൾക്ക് പ്രീവിയസ് SIR ആയിട്ട് നിങ്ങളെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നോട്ടീസ് പീരീഡിൻ്റെ അല്ലെങ്കിൽ വെരിഫിക്കേഷനും ഹിയറിങ്ങിനും വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന വെരിഫിക്കേഷൻ ആൻഡ് ഹിയറിങ്ങിന് പോയിട്ട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക. ഡോക്യുമെൻറ്റ്സിൻ്റെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന ഫൈനൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ അപ്പീൽ കൊടുക്കുക. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് സ്റ്റേറ്റിന് അപ്പീൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രൊസീജിയറിൽ നടക്കുന്നത്. ഇത് ഓൾറെഡി 8 പ്രാവശ്യം നടന്നിട്ടുണ്ട്. 1951 ശേഷം 2004 വരെ 8 പ്രാവശ്യം നടന്നിട്ടുണ്ട്. 2002 മുതൽ 4 വരെയുള്ള കാലഘട്ടത്തിലാണ് മുൻപ് ഇത് നടന്നിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. ഐ ഹോപ്പ് ഈ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ. ഇത്രയും കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതുപോലെ അപ്പം ഞാൻ പറഞ്ഞു മുന്നേ ഇത് നടന്നിട്ടുണ്ട്, മുന്നേയും ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രൊസീജിയർ നടന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത് ഇത്രയും കോൺട്രവേഴ്സി ആയതെന്നുള്ളതാണ്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് 1 നടന്നത് ബീഹാറിലാണെന്ന് പറഞ്ഞു. ബീഹാറിൽ 65 ലക്ഷം പേരാണ് എക്സ്ക്ലൂഡഡ് ആയത്. പുതിയതായി 24 ലക്ഷം പേര് ഇൻക്ലൂഡഡ് ആയ സമയത്ത് ഏകദേശം 65 ലക്ഷം പേര് എക്സ്ക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പം നെറ്റ് എക്സ്ക്ലൂഷൻസ് എന്ന് പറയുന്നത് 44 ലക്ഷം പേരാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻക്ലൂഷൻ പ്രിൻസിപ്പിൾ അവിടെ വയലേറ്റ് ആവുകയാണ് ചെയ്തത്. അതാണ് ഇത്രയും വലിയ കോൺട്രവേഴ്സി ഓപ്പോസിഷനൊക്കെ റേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കാലഘട്ടം ടൈം പീരീഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ ചെറിയ ടൈം പീരീഡിലാണ് നമ്മൾ ഇത്രയും വലിയൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുന്നത്. ഇപ്പോൾ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനൊക്കെ ഈ പറയുന്ന 1000-1200 വീടുകളിൽ കയറി ഇറങ്ങി ഈ പറയുന്ന ഫോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആളുകൾക്കൊക്കെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വളരെ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ അക്വയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത്രയും ചെറിയ പ്രൊസീജിയറിനുള്ളിൽ, ചെറിയ ടൈം ഫ്രെയിമിനുള്ളിൽ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പേര് എക്സ്ക്ലൂഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ബീഹാറിലും സംഭവിച്ചിട്ടുണ്ടാവുക. അതാണ് ഈ ഓപ്പോസിഷനൊക്കെ കോൺട്രവേഴ്സി ആയിട്ട് ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ജെനുവിൻ വോട്ടേഴ്സ് വരെ എക്സ്ക്ലൂഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ടൈമിംഗ് എന്ന് പറയുന്നത് ബീഹാറിൽ ഇലക്ഷൻ തൊട്ട് മുന്നെയാണ്. അതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലാണെങ്കിലും 2026 ഇലക്ഷൻ വരികയാണ്, തമിഴ്നാട്ടിലും ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇലക്ഷൻ നടക്കുന്നത് തൊട്ട് മുന്നേ ആയിട്ട് ഇത്രയും അർജൻസിയോടെ ഈ ഒരു പ്രൊസീജിയർ നടത്തുമ്പം അതിൽ ഓപ്പോസിഷനൊക്കെ വളരെ സസ്പീഷൻ കാണിക്കുന്നുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രാൻസ്പെറൻസിയിലൊക്കെ ഓപ്പോസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജെക്ഷൻസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് റേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഫേസ് 2 നമ്മുടെ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് വന്നപ്പോൾ, ഇപ്പോൾ കേരളത്തിലൊക്കെ വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റിൽ ബീഹാറിലെ ഇലക്ട്രൽ, അതായത് ബീഹാറിൽ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രൊസീജിയർ നടന്നതിൻ്റെ ശേഷമുള്ള ഇലക്ട്രൽ റോള് ഒരു ഡോക്യുമെന്റ് ആയിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പം ഇത് മാൽ പ്രാക്ടീസസിന് വഴിയൊരുക്കും എന്നാണ് ഓപ്പോസിഷൻ സുപ്രീം കോടതിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. സുപ്രീം കോടതി ഇതിൽ മൾട്ടിപ്പിൾ ടൈംസ് ഇടപെട്ടിട്ടുമുണ്ട്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ വ്യൂ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സുപ്രീം കോർട്ട് ചോദിക്കുന്നത്, ഇത് ഓൾറെഡി മുന്നേയും ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുള്ള പ്രൊസീജിയറാണ്, ഇത് ഒരു റുട്ടീൻ പ്രൊസീജിയറാണ്, റെഗുലറായി നടക്കേണ്ട പ്രൊസീജിയറാണ്, അതുകൊണ്ട് തന്നെ ഇത് നടത്തുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് സുപ്രീം കോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷന് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിളെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി കൂടി സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീഹാറിലെ പ്രൊസീജിയർ ശ്രദ്ധിച്ചപ്പം അതിലെ ഡോക്യുമെന്റ്സിൽ ആധാർ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. പക്ഷേ സുപ്രീം കോർട്ട് ആധാർ ഒരു ഐഡന്റിറ്റി പ്രൂഫായി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിറ്റിസൺഷിപ്പ് പ്രൂഫായിട്ട് ആധാറിനെ അക്സെപ്റ്റ് ചെയ്യില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രൊസീജിയേഴ്സ് നടത്താനും കൂടി സുപ്രീം കോർട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സുപ്രീം കോർട്ടിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ബേസിക്കലി ഇതാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പ്രൊസീജിയറിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ നമ്മൾ പ്രൊസീജിയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഫോംസ് ടൈം പീരീഡിനുള്ളിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയറിംഗ് ആൻഡ് വെരിഫിക്കേഷൻ പ്രൊസീജിയറൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
എന്നാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം എലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വലിയൊരു ഡെമോക്രാറ്റിക് പ്രൊസീജിയറാണ്. പബ്ലിക്കിൻ്റെ ട്രസ്റ്റ് ഇൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ട്രസ്റ്റ് ഇൻ ദ കൺട്രിയും നേഷനൊക്കെ റിലൈ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന എലക്ഷൻ പ്രൊസീജിയറിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ പറയുന്ന പ്രൊസീജിയേഴ്സൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്യൂമറേഷൻ ഫോംസ് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാനും ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനൊക്കെ പറ്റും എന്ന് വിശ്വസിക്കുന്നു. സോ സ്റ്റേ ഇൻഫോംഡ്, സ്റ്റേ ഇൻക്ലൂഡഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ greatest democratic procedure in our country. Thank you.